രാവിലെ എന്ന് പറഞ്ഞാൽ 8 മണിയാണ് കേട്ടോ എണീറ്റ സമയം. ഇന്നുകൂടെ നാളെ സ്കൂൾ തുറക്കുന്ന കാരണം ഇന്നുകൂടെ അർമാദിച്ചൊന്ന് ഉറങ്ങി. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ ഒന്ന് അല്പം മാറി നിന്നിട്ടുണ്ട്. സുന്ദരിമാരായ അടിനിയൻ ചെടികൾ എത്തി നോക്കുന്നുണ്ട്. എത്ര ഉറങ്ങിയാലും മതി വരാത്ത ഉറക്ക്. പുറത്ത് ചറപറ മഴ പെയ്യുമ്പോൾ പുതപ്പിനടിയിലേക്ക് ഒന്നുകൂടെ കാല് വലിച്ചേറ്റി കിടക്കും. പക്ഷേ എണീറ്റാൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ അടുക്കളയിലെത്തി ചായക്ക് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ശീയപ്പം. കലക്കുക, ഒഴിക്കുക, ചുട്ടെടുക്കുക. അതിനിടയിൽ ചായ തിളച്ചു. ചൂടുള്ള കട്ടൻ ചായ. പേരിൽ മുമ്പന്തി നിൽക്കുന്ന പുഞ്ചപ്പൊടി ഉപ്പും തേങ്ങയും ചേർത്ത് നല്ലപോലെ കലക്കി ലൂസാക്കി എടുക്കുക. നല്ലപോലെ കലക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറുകുന്ന മുമ്പ് ഇതുപോലെ നീട്ടി കലക്കി ഒഴിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് പിന്നെ വെളിച്ചെണ്ണ വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. നന്നായി ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയൊന്ന് തടവിയെടുത്ത് അതിലേക്ക് സാവധാനം നമുക്ക് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കേട്ട ആ സൗണ്ട് തന്നെയാണ് ഈ അപ്പത്തിന് ചിലർ പറയുന്ന പേര്, ശീയപ്പം എന്ന്. നമ്മുടെ ഇവിടെയൊക്കെ ദോശ എന്നാണ് പറയുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചമ്മന്തി കൂട്ടാനോ അതല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ ചായയുടെ കഥ ഇങ്ങനെയൊക്കെയാണ്. ശീയപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 8 ഒക്കെ ആവുമ്പോൾ നമ്മൾ ഈ പരിപാടി അങ്ങ് നിർത്തും. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റിലൂടെ പറയാം. എന്തായാലും ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.